ഇവിടെ ഏറ്റവും വലിയ നന്ദി കാണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യരാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനൊരു ഉത്തരം ഖുർആൻ പറയുന്നുണ്ട്. വലഖദ് കറംന ബനി ആദം, നാം ആദം സന്തതികളെ വല്ലാതെ ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹ് വേറെ സൃഷ്ടികളൊന്നും പറഞ്ഞിട്ടില്ല. മലക്കുകൾ വിശുദ്ധരായ റബ്ബിൻ്റെ സൃഷ്ടികളാണ്. പക്ഷെ അവർക്ക് അള്ളാഹു വെച്ച ആ അതിർവരമ്പുകൾ വരെ മാത്രമേ പോവാൻ പറ്റുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് കടക്കാൻ അള്ളാഹുവിൻ്റെ മലായികത്തുകൾക്ക് സാധ്യമല്ല. പക്ഷെ മനുഷ്യൻ, അവന് ഉയർന്നാൽ മാലാഖമാരേക്കാൾ മലായികത്തുകളേക്കാൾ ഉയരാൻ സാധിക്കും. അധപതിച്ചാൽ, മോശമായാൽ മൃഗങ്ങളെക്കാൾ അധപതിക്കും. ഖുർആനിലെ പ്രയോഗം നമ്മളെല്ലാവരും കേട്ടതാണ്. ലഹും ഖുലൂബുൻ, മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് കൽബുണ്ട്, പക്ഷെ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്ത മനുഷ്യരുണ്ട്. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, പക്ഷെ ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കാത്തവരാണവർ. കുറെ മനുഷ്യരങ്ങനെയാണ്. വലഹും അയ്യുനുൻ, കണ്ണുകളുണ്ടവർക്ക്, പക്ഷെ വല യുബ്സിറൂന ബിഹാ, കാണേണ്ടത് കാണാത്തവരാണവർ. നന്മ കാണാൻ ആ കണ്ണുകൾ, നന്മ കേൾക്കാൻ ആ കാതുകൾ, നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ അവരുടെ കൽബുകൾ സാധ്യമാവാതെ പോകുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഉലൈക കൽ അൻആം, അവർ നാക്കാലികളെ പോലെയാണ്. അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ആശ്വസിക്കാമായിരുന്നു. പക്ഷേ അല്ലാഹു അവിടെ നിർത്തിയില്ല. ഉലൈക കൽ അൻആം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പ്രയോഗിച്ചത് ബൽ ഹും അളൽ, നാക്കാലികളെക്കാൾ അധപതിച്ചവരാണവർ. ഒരു നാക്കാലി പക വീട്ടാൻ കാത്തു നിൽക്കുകയില്ല. ഒരു നാക്കാലി പകരം വീട്ടാൻ കാത്തിരിക്കാറില്ല. പക്ഷെ മനുഷ്യൻ കാത്തിരിക്കും. വർഷങ്ങളോളം പകയുടെ മനസ്സുമായി വാരിയല്ലുകൾക്കുള്ളിൽ കിടക്കുന്ന ഹൃദയത്തിൽ, പ്രിയപ്പെട്ടവരെ, പകയുടെ, വഞ്ചനയുടെ, പകരം വീട്ടലിൻ്റെ ഒരു പ്രത്യേക ക്രൂര മനസ്സുമായി പതിറ്റാണ്ടുകൾ കാത്തിരിക്കാൻ ഒരുപക്ഷെ മനുഷ്യൻ തയ്യാറാവും. അതുകൊണ്ട് മനുഷ്യൻ ഏറ്റവും നന്ദി കെട്ടവനാണ് എന്ന് അല്ലാഹു തആല, അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്ന് അല്ലാഹു പ്രയോഗിക്കാൻ ഞാൻ ആയത്ത്, ആ സൂറത്ത് വിശദീകരിക്കണില്ല. അല്ലാഹു തുടങ്ങിയത് വൽ ആദിയാതി ലബ്ഹ ഫൽമുരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ എന്ന് തുടങ്ങിയിട്ട് അല്ല ചില കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞു. കുതിരയെ വിശേഷിപ്പിച്ചു, കുതിരയെ വർണ്ണിച്ചു. അതിൻ്റെ കാലുകൾ, അതിൻ്റെ കുളമ്പുകൾ കല്ലിൽ തട്ടി ഉരസി തീപ്പൊരി പാറുന്ന അതിൻ്റെ വേഗതയെയും അതിൻ്റെ ജാഗ്രതയെയും അല്ലാഹു എടുത്തു പറഞ്ഞു. സുബഹിയുടെ നേരത്ത് പൊടിപടലങ്ങൾ മഞ്ഞു വീണ് കിടക്കുന്ന മരുഭൂമിയിലേക്ക് യജമാനൻ തൻ്റെ കടിഞ്ഞാൻ വലിച്ചാൽ ചാടി എഴുന്നേറ്റ് ആ മരുഭൂമിയിൽ അതിവേഗതയിൽ ഓടുമ്പോൾ പൊടിപടലങ്ങൾ ഇളക്കി വിട്ട് അവിടുത്തെ പ്രകൃതി പൊടിപടലങ്ങൾ കൊണ്ട് പിന്നെന്താവും നിറഞ്ഞു നിൽക്കും. അത് അല്ലാഹു എടുത്തു പറഞ്ഞു. ശത്രു സൈന്യത്തിൻ്റെ നടുവിലേക്ക് തൻ്റെ യജമാനൻ വലിച്ചാൽ ശത്രു സൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക് എടുത്തു ചാടുന്ന കുതിരയെ അല്ലാഹു വർണ്ണിച്ചു. ഇതൊക്കെ കുതിര ചെയ്യാനുള്ള കാരണം, ആ കുതിരയെ സൃഷ്ടിച്ചത് അവൻ്റെ യജമാനനല്ല, ആ കുതിരയെ സംവിധാനിച്ചത് അവൻ്റെ യജമാനനല്ല. പിന്നെയോ അല്പം പുല്ലും വെള്ളവും മുതിരയും നൽകിയതിൻ്റെ നന്ദിയാണ് ആ മൃഗം തൻ്റെ യജമാനനോട് കാണിക്കുന്നത്. ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് ഈ കുതിരയെ വർണ്ണിച്ചിട്ട് പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്, മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. ഒരു പുല്ലിനും ഒരു മുതിരക്കും വെള്ളത്തിനും നന്ദി കാണിക്കുന്ന കുതിരയെ എടുത്തു പറഞ്ഞിട്ട് ഇത്രയും വലിയ സംവിധാനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നു എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ട് ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ലോകത്ത് എന്തൊക്കെയുണ്ടോ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അല്ലാഹു. എല്ലാം നമുക്ക് വേണ്ടിയാണ്. നമുക്ക് തിന്നാൻ പാടില്ലാത്ത പട്ടി, നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത പന്നി, അതുപോലും മനുഷ്യർക്ക് വേണ്ടിയാണ്. ഈ ഭൂമിയിൽ അതൊക്കെ ആവശ്യമാണ് മനുഷ്യന്റെ നിലനിൽപ്പിനും ഈ പ്രകൃതിയുടെ നിലനിൽപ്പിനും. കാലുകൊണ്ട് ഇറുക്കി പിടിച്ച് കൊക്കുകൊണ്ട് കൊത്തി വലിക്കുന്ന കാക്കയും പരുന്തും കഴുകനും അതുപോലെയുള്ള പക്ഷികളെ നിങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞു. പക്ഷേ അത് ഈ ഭൂമിയുടെ നിലനിൽപ്പിനും ഇവിടുത്തെ സന്തുലിതമായ അവസ്ഥ നിലനിൽക്കുന്നതിനും
ആവശ്യമാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, മാഫിൽ അർളി ജമീഅ, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം. പാമ്പ് നമുക്ക് വേണ്ടിയാണ്, തേള് നമുക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ ജീവജാലങ്ങൾ നമുക്ക് വേണ്ടിയാണ്, കാനനത്തിൽ ഗർജിക്കുന്ന സിംഹം നമുക്ക് വേണ്ടിയാണ്, കരയിലെ വലിയ ജീവിയാകുന്ന ആന നമുക്ക് വേണ്ടിയാണ്, ആനകളെക്കാൾ 8 ഇരട്ടി വലിപ്പം വരുന്ന തിമിംഗലങ്ങൾ സമുദ്രത്തിന്റെ ആഴിയിൽ ഊളിയിട്ട് ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ഇനി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ കിഡ്നി, ഒരു മാങ്ങാണ്ടിയുടെ വലിപ്പമുള്ള 160-170 ലിറ്റർ രക്തം ഒരു ദിവസം ഫിൽട്ടർ ചെയ്യുന്ന കിഡ്നി നമ്മുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത് തന്നത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ്. നന്ദി കാണിച്ചിട്ടുണ്ടോ? 8 മണിക്കൂർ കൊണ്ട് കഴിച്ച ഭക്ഷണങ്ങളെ മുഴുവനും ആ പൊടിയാക്കി ദഹിപ്പിച്ച് വേണ്ടതെല്ലാം വേർതിരിക്കുന്ന ആമാശയ സംവിധാനം അള്ളാഹു ഘടിപ്പിച്ചതാണ്. നന്ദി കാണിച്ചിട്ടുണ്ടോ? ശരീരത്തിന്റെ ഓരോ വാൾവുകൾ തകരാറിലാകുമ്പോൾ ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ പ്രിയപ്പെട്ടവരെ മുതൽ മുടക്കായി കൊടുക്കുമ്പോൾ അല്ലാഹു തആല ഫ്രീ ആയി നൽകിയ വാൾവുകളെ കുറിച്ച് ചിന്തിച്ച് ആ സൃഷ്ടാവായ റബ്ബിനോട് നന്ദിയുള്ളവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ഉമനീര് ലോകത്തൊരാൾക്കുമില്ല, എനിക്ക് മാത്രമാണ്. എൻ്റെ കണ്ണ് ലോകത്താർക്കുമില്ല, എനിക്ക് മാത്രമാണ്. എൻ്റെ വിരലടയാളം ലോകത്താർക്കുമില്ല, എനിക്ക് മാത്രമാണ്. എൻ്റെ വിയർപ്പ് പോലും ലോകത്തൊരാൾക്കുമില്ല, എനിക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കുപ്പായം വാപ്പാന്റെ മുഖത്തിട്ടപ്പോ വാപ്പാന്റെ കണ്ണൊന്ന് വിടർന്നത്. ആ മണം തൻ്റെ മകന്റെ കുപ്പായത്തിന്റെ മണമാണ്, വിയർപ്പിന്റെ മണമാണെന്ന് തിരിച്ചറിയാൻ അള്ളാഹു മനുഷ്യന് നൽകിയ കഴിവിൻ്റെ ഒരടയാളമായിരുന്നു അത്, അല്ലേ? അപ്പൊ ലോകത്ത് എൻ്റെ വിയർപ്പും എൻ്റെ ഉമനീരും എൻ്റെ കണ്ണും എൻ്റെ വിരലടയാളവും എൻ്റെ മുടിയും കണ്ടാൽ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ എൻ്റെ മുടി ലോകത്തൊരാൾക്കുമില്ല. അത് പരിശോധിക്കാൻ പറ്റുന്ന പ്രത്യേകമായ സംവിധാനത്തിലിട്ട് പരിശോധിച്ചാൽ അത് ഇന്ന വ്യക്തിയുടെ മുടിയാണെന്ന് തെളിയിക്കുവാനുള്ള സംവിധാനം ആധുനിക ലോകത്തുണ്ട്. റബ്ബ് പറയാ, ഈ മനുഷ്യനാണ് അള്ളാഹുവിനോട് ഏറ്റവും നന്ദി കേട് കാണിക്കുന്നവൻ. പക്ഷികൾ അതിൻ്റെ ചിറക് വിടർത്തി ആകാശത്തിൻ്റെ മേൽപ്പരപ്പിൽ അതിങ്ങനെ ചിറക് നിവർത്തിപ്പിടിച്ച് റബ്ബിനെ സ്തുതിക്കുന്നത് കാണാം. മാളത്തിലിരിക്കുന്ന ജീവജാലങ്ങളും ഉറുമ്പുകളും അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. വെള്ളത്തിൻ്റെ ആഴിയിലെ മത്സ്യങ്ങളും ജീവജാലങ്ങളും റബ്ബിനെ സ്തുതിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മനുഷ്യൻ മാത്രമാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരായി ലോകത്തുള്ളത്, മനുഷ്യനും ജിന്നുവർഗവും. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു ഖുർആനിൽ ആശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചു. പക്ഷേ എല്ലാ മനുഷ്യരും അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണോ, നന്ദി കാണിക്കുന്നവരാണോ എന്ന ചോദ്യത്തിന് മറുപടി അല്ല എന്നാണ്. എല്ലാ മനുഷ്യരും അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നവരാണോ എന്ന ചോദ്യത്തിന് മറുപടി അല്ല എന്നാണ്. അതുകൊണ്ട് 2 തരത്തിലുള്ള മനുഷ്യർ ലോകത്തുണ്ട്. മനുഷ്യരെ ഖുർആൻ പ്രയോഗിക്കുന്ന വാക്ക് വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് അവനാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ലാ തഅലമൂന ഷൈഅ, നിങ്ങളൊന്നും അറിയാത്തവരായിരുന്നു. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? അതിനു മുമ്പ് നമ്മുടെ ലോകം ഇവിടെയുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ കിടന്നിരുന്ന രംഗത്തെക്കുറിച്ച്, ഉമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ വിറ്റാമിനുകളിൽ നിന്ന് ഒരു പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ട് നമുക്ക് തന്ന പോഷകാഹാരങ്ങളെക്കുറിച്ച്, ഗർഭപാത്രത്തിന്റെ ഉള്ളറയെക്കുറിച്ച്, അവിടുത്തെ ലൈഫിനെ കുറിച്ച് പറയാൻ അറിയുമോ നമുക്ക്? ലാ തഅലമൂന ഷൈഅ, നിങ്ങളൊന്നും അറിയാത്തവരായിരുന്നു. പക്ഷെ നിങ്ങളെ ഞാനാണ് നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. വജഅല ലക്കുമുസ് സമഅ വൽ ബസറ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് എന്നിട്ട് കാഴ്ചയും അതുപോലെ തന്നെ കേൾവിയും ബുദ്ധിയും ആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ് നൽകിയത്. എന്തിന്? ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറയാ ലഅല്ലക്കും, നിങ്ങളായിത്തീരാൻ വേണ്ടിയാണ്, നിങ്ങളായേക്കാമെന്ന നിലക്കാണ്. എങ്ങനെ? നിങ്ങൾക്ക് ബുദ്ധി നൽകിയത്, നിങ്ങൾക്ക് കേൾവി നൽകിയത്, നിങ്ങൾക്ക് കാഴ്ച നൽകിയത്, നിങ്ങളെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടത് ഞാനാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്.
ഇതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നന്ദിയുള്ള അടിമയാവുക. എന്തിനാണ് അള്ള നമുക്ക് കേൾവി തന്നത്? അള്ള പറയാ നന്ദി ഉണ്ടാവാനാണ്. എങ്ങനെ നന്ദി ഉണ്ടാവുക? റബ്ബിനെ കുറിച്ച് കേട്ടോ, അനുഗ്രഹങ്ങളെക്കുറിച്ച് കേൾക്ക്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് കേൾക്ക്, കണ്ണുപയോഗിച്ച് നോക്കിക്കാണ്, ലോകത്തിൻ്റെ നാനാഭാഗത്ത് സഞ്ചരിച്ച് റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പഠിക്ക്. സീറു, നിങ്ങൾ യാത്ര ചെയ്യൂ എന്ന് ഖുർആൻ പറഞ്ഞത് ചില ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അതല്ലാതെ ചില കോമഡിക്ക് വേണ്ടിയും വെറും ഒരു ആവേശത്തിന് വേണ്ടിയും ഏതൊക്കെയോ ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രമല്ല. അതിലൂടെയൊക്കെ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിനെ കണ്ടെത്താൻ പറ്റുമെന്ന നിലക്ക് തന്നെയാണ് ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലക്കും ഫീഹാ മആയിഷ ഖലീലമ്മാ തഷ്കുറൂൻ. എന്താണ് അല്ലാഹു പറഞ്ഞത്? നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അല്ലാഹു തആല ഒരുക്കി തന്നു. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്, നിങ്ങൾക്ക് വേണ്ട ഉപജീവന ജീവിത വിഭവങ്ങൾ അല്ലാഹു തആല ഒരുക്കി തന്നു. പക്ഷെ എന്നിട്ടും ഖലീലമ്മാ തഷ്കുറൂൻ, കുറച്ചേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ എത്ര ആയത്തുകളാണ് ഖുറാനിലുള്ളത്, എത്ര പ്രയോഗങ്ങളാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുറാനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മളെ ശരീരത്തെ മലപ്പുറം ഈ പള്ളിയിലിരുന്ന് ളുഹർ നമസ്കാരം കഴിഞ്ഞ് ഈ നന്ദിയുള്ള അടിമയാവുക എന്ന ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജേഷ്ഠാനികന്മാർ, സഹോദര സഹോദരിമാർ, നമ്മൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ വീടിനെ, നമ്മുടെ സൗകര്യങ്ങളെ, നമ്മുടെ വാഹനത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമുക്ക് കിട്ടിയ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളെ ഓരോന്നോരോന്നായി ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഒരാത്മവിചിന്തനത്തിന് തയ്യാറായി അല്പമൊന്ന് മൗനമായി റബ്ബിനെ കുറിച്ച് ആലോചിച്ചാൽ എന്ത് നന്ദിയാണ് ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിന് നമ്മൾ തിരികെ നൽകിയിട്ടുണ്ടാവുക എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുസ്അലു അൻഹുൽ അബ്ദ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരടിമയോട് അല്ലാഹു തആല ആദ്യമായി ചോദിക്കുന്ന ചോദ്യം മിനൻ നഈം, അനുഗ്രഹങ്ങളെ തൊട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അല്ലാഹു തആല ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം അൻ യുഖാല ലഹു, അവനോട് ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ആ ചോദ്യം? ഹദീസുകളിൽ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ കാണാം. ഒന്നിൽ പറയുന്നു, അലം യുസിഹ ലക ജിസ്മക്, നിനക്ക് നല്ലൊരാരോഗ്യമുള്ള ശരീരം തന്നില്ലേ? എത്ര രോഗികളുണ്ട് പ്രിയപ്പെട്ടവരെ ഈ മലപ്പുറത്ത്. നമ്മുടെ ഈട്ടാവട്ടത്തിൽ എത്രമാത്രം രോഗികളുണ്ട്. കിഡ്നി പോയവർ, 3, 4, 5 വയസ്സുള്ള കുട്ടികളിൽ ക്യാൻസർ ബാധിച്ചവർ, ഒരു വീടിൻ്റെ നെടുന്തൂണായി നിൽക്കുന്നു എന്ന് തോന്നിയ ഘട്ടത്തിൽ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിൻ്റെ പരീക്ഷണം ആ വീട്ടിലേക്ക് വന്ന് ആ വീടിനെ മുന്നോട്ട് നയിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്ന മനുഷ്യന് മാരകമായ രോഗം കൊടുത്ത് പരീക്ഷിക്കുന്നു അല്ലേ? ആ വീടിൻ്റെ എല്ലാം താങ്ങായി തണലായി നിൽക്കുന്നു എന്ന് നാം കരുതുന്ന ആളെ പെടുന്നനെ റബ്ബ് തിരിച്ചു വിളിക്കുന്നു. പേര് പോലും വിശ്വഗ്രന്മാർക്കും ഡോക്ടർമാർക്കും നിർണയിക്കാൻ പറ്റാത്ത അപൂർവമായ രോഗങ്ങൾ മനുഷ്യരിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് പരലോകത്തെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? അലം യുസിഹ ലക ജിസ്മക്, ആരോഗ്യമുള്ള ഒരു ശരീരം നിനക്ക് നൽകിയില്ലേ? ആരോഗ്യമുള്ള ഒരു ശരീരം. ഇന്നുവരെ കാര്യമായ ഒരു പ്രശ്നത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോവാൻ ഒരു പരീക്ഷണമായി റബ്ബ് നൽകാതെ ഇത്രയും കാലം 50 കൊല്ലം 40 കൊല്ലം 60 കൊല്ലം ഒക്കെ ആയിട്ടും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തെ നൽകി അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചിട്ടില്ലേ? ഇല്ലേ? എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ വീട്ടിലെ ഒരാളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്ക് അടുത്ത ആളെ നിരന്തരമായി മാസങ്ങളായി വർഷങ്ങളായി ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ പ്രിയപ്പെട്ടവരെ തൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ, അവിടെ നിന്ന് വിളി വന്നാൽ മരുന്നിനു വേണ്ടി ഓടണം, ഭക്ഷണത്തിന് വേണ്ടി ഓടണമെന്ന നിലക്ക് മാസങ്ങളായി ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ അന്തിയുറങ്ങുന്നവർ നമുക്കൊക്കെ പരിചയമുള്ളവരിലില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താണ്? നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം നൽകിയില്ലേ? വനുർവിയക മിനൽ മാഇൽ ബാരിദ്, സ്വച്ഛമായ ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ നൽകിയില്ലേ? ഇതൊക്കെ റബ്ബ്
പരലോകത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, കുടിക്കാൻ നിങ്ങൾക്ക് വെള്ളം നൽകിയില്ലേ? നിർത്തിയില്ല, ഹദീസിൽ വിശദീകരിച്ചു പോവുകയാണ്. അലം അജഅൽക സമീഅൻ ബസീറ, കേൾവിയും കാഴ്ചയും നിനക്ക് നാം നൽകിയില്ലേ? അലം അജഅൽ ലക മാലം വവലദ, നിനക്ക് സ്വത്തും സന്താനവും ഞാൻ നൽകിയില്ലേ? എന്നിട്ട് ഹദീസ് അവസാനിക്കുമ്പോൾ ഫത്തഖുന്നാർ, അതുകൊണ്ട് മനുഷ്യ നീ നരകത്തെ സൂക്ഷിച്ചു കൊള്ളണം. വലൗ ബിശക്കി തംറ, ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, നരകത്തെ പേടിക്കണേ. ഫഇല്ലം തജിദു ബികലിമത്തിൻ ത്വയ്യിബ, ഒരു കാരക്കയുടെ ചീന്തെങ്കിലും ഉപയോഗിച്ച് നീ രക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണേ. അത് നിനക്ക് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ ബികലിമത്തിൻ ത്വയ്യിബ, ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും നീ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണേ, അതിനുവേണ്ടി പരിശ്രമിക്കണേ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. എന്നിട്ട് ഹദീസിന്റെ മറ്റു ചില റിപ്പോർട്ടുകളിൽ തുടരുകയാണ്, അലം ഉക്രിംക, നിന്നെ നാം ആദരിച്ചില്ലേ? എത്ര മനുഷ്യന്മാരാ നമ്മളെ കൂട്ടത്തിൽ നല്ല സ്ഥാനത്തിരിക്കുന്നവർ, എത്രയോ ആളുകൾ ബഹുമാനിക്കുന്നു, നമ്മെ കണ്ടാൽ ഒന്ന് ആദരവോടുകൂടി സംസാരിക്കുന്നു. എന്തേ? എല്ലാവരും മനുഷ്യരല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ചില സ്ഥാനമാനങ്ങൾ നൽകിയിട്ടില്ലേ? നിങ്ങളെ നാം മനുഷ്യരെ നിങ്ങളെ നാം പ്രത്യേകം ആദരിച്ചിട്ടില്ലേ? അലം ഉസവ്വിജ്ക, നിനക്ക് ഞാൻ നല്ലൊരു വിവാഹ സാഹചര്യം ഉണ്ടാക്കി തന്നില്ലേ? എത്രയോ കല്യാണം കഴിക്കാത്തവർ ലോകത്തില്ലേ? കല്യാണം കഴിഞ്ഞിട്ടും നല്ലൊരു നേരായ കുടുംബജീവിതം നയിക്കാൻ പറ്റാത്തവർ ലോകത്തുണ്ടായിട്ടില്ലേ? നിനക്ക് നാം നല്ലൊരു കുടുംബജീവിതം, ഒരു വിവാഹ സംവിധാനം നിനക്ക് നാം ഉണ്ടാക്കി തന്നില്ലേ? അലം ഉസഖിർ ലക്, നിനക്ക് നാം കീഴ്പ്പെടുത്തി തന്നില്ലേ? അൽ ഖൈല വൽ ഇബില, വാഹനമായി ഒട്ടകത്തെയും കുതിരയെയും ഞാൻ നിനക്ക് സമ്മാനിച്ചില്ലേ? നിനക്ക് ബൈക്ക് വാങ്ങാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കി തന്നില്ലേ? നിനക്ക് കാർ ഓടിക്കുവാനും കാറ് വാങ്ങാനുമുള്ള സംവിധാനം ഉണ്ടാക്കി തന്നില്ലേ? എത്ര പെട്ടെന്നാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് എത്തുവാനുള്ള മാർഗങ്ങൾ, ആകാശമാർഗേ അതല്ലെങ്കിൽ ജലം വഴി അല്ലെങ്കിൽ കടൽ വഴിയൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നില്ലേ? അറബികളോട്, സഹാബത്തിനോട് പ്രവാചകൻ ചോദിക്കുകയാണ്, അല്ലാഹ് നാളെ പരലോകത്ത് ചോദിക്കും നിങ്ങളോട്, നിങ്ങൾക്ക് ഒട്ടകത്തെ വാഹനമാക്കി തന്നില്ലേ? നിങ്ങൾക്ക് കുതിരയെ വാഹനമാക്കി തന്നില്ലേ? നമ്മളോട് ചോദിക്കുമല്ല, നിനക്ക് നല്ല കാറ് തന്നില്ലേ? നിനക്ക് നല്ല വാഹനം തന്നില്ലേ? നിനക്ക് പെട്ടെന്ന് പോകുവാനുള്ള ബൈക്കും സംവിധാനങ്ങളും തന്നില്ലേ? താമസയോഗ്യമായ വീട് തന്നില്ലേ? ആരോഗ്യം നൽകിയില്ലേ? നിന്നെ നാം ആദരിച്ചില്ലേ? നിർത്തിയില്ല, ഇതൊക്കെ ഹദീസിൽ വന്നതാ. നിന്നെ നാം നേതാക്കന്മാരുടെ കൂട്ടത്തിൽ പെടുത്തിയില്ലേ? എന്നിട്ട് തുടർന്ന് ചോദിക്കുകയാണ്, ആ പ്രയോഗം അങ്ങനെയാണ്, നിനക്ക് നേതാവാകാനും നയിക്കാനും നേതൃത്വം നൽകാനും സംവിധാനം ഞാൻ ഉണ്ടാക്കി തന്നില്ലേ? ഒരു നാട്ടിൽ കുറേ മനുഷ്യന്മാരുണ്ടായിട്ട് എല്ലാവരും അല്ലാഹ് നേതാക്കന്മാരാക്കിയില്ല, പള്ളിയുടെ ഒരു ഭാരവാഹിയാക്കിയില്ലേ? നിന്നെ നൂറുകണക്കിന് മെമ്പർമാരുണ്ടായിട്ട് നിന്നെ ആ നാട്ടിലെ മനുഷ്യരൊരു സെക്രട്ടറി ആയി തെരഞ്ഞെടുത്തില്ലേ? അല്ലേ? ഒരു ആദരവല്ലേ നിനക്ക് കിട്ടിയത്? മനുഷ്യക്കൂട്ടത്തിൽ നിന്ന് നിന്നെ ഒന്ന് ആദരിച്ചില്ലേ? വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരില്ലേ? വലിയ വലിയ ഇമാമുകളായി അറിയപ്പെട്ടവരില്ലേ? ഇമാം സുദൈസ്, മക്കയിലെ ഇമാം, ഹറമിലെ ഇമാം, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ദർസുന്നൊക്കെ പുറത്താക്കുമ്പോൾ വാപ്പ അദ്ദേഹത്തിന് വേണ്ടി ഇനി സംസാരിക്കാനില്ലെന്ന് പറയുമ്പോൾ ഉമ്മ ചേർത്തു പിടിച്ച് ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിനോട് സുദൈസിൻ്റെ ഉമ്മ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കരങ്ങളുയർത്തി ഹറമിൻ്റെ മുറ്റത്ത് വന്നെന്ന് പറഞ്ഞു. അത്രേ സുദൈസ് പറഞ്ഞതാ ലോകത്തോട്. എന്നെ ക്ലാസ്സിൽ നിന്നൊക്കെ പുറത്താക്കിയിട്ട് കുറച്ച് കുരുത്തക്കേടൊക്കെ കൂടിയിട്ട് എന്നെ പുറത്താക്കിയപ്പോൾ വാപ്പ ഇനി എനിക്ക് വേണ്ടി സംസാരിക്കാല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഹറമിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട്, ഈ ഹറമിലെ ഒരുപാട് ഇമാമുകളില്ലേ, ഈ ഇമാമുകളുടെ നേതാവാക്കി എൻ്റെ മോനെ മാറ്റണം. നല്ല ഖിറാഅത്തുള്ള മോനാ എൻ്റെ മോന്, നല്ല ഹിഫ്ളാക്കാൻ കഴിവുള്ള മോനാണ് എൻ്റെ മോന്. അള്ളാഹുവേ, എൻ്റെ മോനെ നീ ഈ ഹറമിലെ ഇമാമുകളുടെ ഇമാമാക്കി മാറ്റണേ. എങ്ങനെ സുദൈസ് എപ്പോഴത് പറഞ്ഞത്? അവിടുത്തെ ചീഫ് ഇമാമായി തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം പ്രസംഗത്തിൽ ലോകത്തെ അറിയിച്ചതാണ്, എൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരമാണിത്.
നാളെ ചോദിക്കുമല്ല, എന്ത് നിന്നെ ആളുകളുടെ കൂട്ടത്തിൽ നേതാക്കന്മാരായി, ഒരു നായകനാക്കി, ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവനാക്കി, ഒരു മഹലിന് നേതൃത്വം കൊടുക്കുന്നവനാക്കി നിന്നെ മാറ്റിയില്ലേ, എന്ത് കാണിച്ചു നീ നന്ദി എന്ന് നാളെ പരലോകത്ത് ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംശയത്തിനിടമില്ലാത്ത വിധം നമ്മെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്ര ഭക്ഷണമാണ് ഇന്നലെ അത്താഴത്തിന് ബാക്കി വെച്ചത്? ഇന്നലത്തെ നോമ്പുതുറയുടെ ഭക്ഷണം എത്രയാണ് നക്കാലികളുടെ ബക്കറ്റിലേക്കും കാടിയിലേക്കും മാറ്റിക്കൊടുത്തത്? അല്ലേ? ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നിട്ട് അവിടെ ഒരുക്കിയ വിഭവങ്ങളെല്ലാം ഓരോ പ്ലേറ്റിൽ നിന്ന് ഓരോന്നെടുത്ത് തിന്നാൽ വയറ് നിറഞ്ഞ് അമിതമായി പോകുന്ന അവസ്ഥയിൽ എത്ര നോമ്പുതുറകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഓർക്കുന്നുണ്ടോ? നമ്മളൊക്കെ ഈ പള്ളിയിൽ ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഭാര്യമാരും മക്കളും ഈ പള്ളിയിലേക്ക് വന്നിട്ടുണ്ടാവില്ല. കാരണം എന്താ? അവർക്ക് വിഭവങ്ങൾ ഒരുക്കണം. അതൊരു കാരണമാവാം, അല്ലാത്ത കാരണങ്ങൾ ഉണ്ടാവാം. ബദ്രീങ്ങൾ എന്ന് പറയുന്ന 313, 314, 317 എന്ന് എണ്ണം പറഞ്ഞ് അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. 313 ആണെന്നും 314 ആണെന്നും 317 ആണെന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ 300 ചില്ലാൻ ആളുകൾ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിൻ്റെ മുമ്പിലേക്ക് എല്ലാം സമർപ്പിച്ച് മനസ്സും മനസ്സാവാച കർമ്മണ അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴൊതുങ്ങി ഒട്ടിയ വയറുമായി പൊട്ടിയ വാളുമായി റമദാനിൻ്റെ 17ാമത്തെ നോമ്പിന് വെള്ളിയാഴ്ച 1000ഓളം വരുന്ന സർവ്വപടക്കോപ്പുകളുമായി ഒരുങ്ങി നിൽക്കുന്ന അതേ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ വന്ന ടീമിനോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട്, മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് പോലെയുള്ള ആളുകളോട് ചോദിച്ചു, നമ്മൾ എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് കൂടിയാലോചന നടത്തുകയാണ്. അപ്പോൾ പറഞ്ഞു, പ്രവാചകരെ, കയറാൻ പറ്റാത്ത ഒരു മല കാണിച്ചിട്ട് കയറണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറും നബിയെ. നീന്തിക്കടക്കാൻ പറ്റാത്ത ഒരു സമുദ്രം കാണിച്ചിട്ട് നീന്തണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നീന്തും പ്രവാചകരെ. നിങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ, നിങ്ങൾക്കെന്ത് തീരുമാനവും എടുക്കാം. എന്നിട്ട് അള്ളാൻ്റെ റസൂല് ബദറിൽ വെച്ച് പ്രാർത്ഥിച്ചതെന്ന് എന്താണെന്നറിയോ? പടച്ചോനെ, നിൻ്റെ ഈ ദാസന്മാർ അള്ളാഹുവെ ചെരുപ്പില്ലാതെ വന്നവരാണ്, അവർക്ക് നീ അനുഗ്രഹം കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഇവിടെ വന്ന നിൻ്റെ ഈ ദാസന്മാർ പട്ടിണി കൊണ്ട്, വിശപ്പ് കൊണ്ട്, ജൂഅ് കൊണ്ട്, വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ട് വലയുന്നവരാണ്, അവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ബദറിൽ വെച്ച് പ്രാർത്ഥിക്കുക. അപ്പം തന്നെ എൻ്റെ അവസ്ഥ മനസ്സിലാവില്ലേ? പടച്ചോനെ, ഉടുതുണിക്കും മറുതുണിയില്ലാതെ നിൽക്കുന്ന ഈ പാവപ്പെട്ടവർക്ക് അള്ളാഹുവേ നീ അവരെ ധരിപ്പിക്കണേ. ഇതാ ബദറിൽ പ്രാർത്ഥിക്കണത് അള്ളാൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്തിനാ ഇവിടെ വെച്ച് പറഞ്ഞതെന്നറിയോ? എന്നിട്ട് അതിനെ നന്ദി എന്നോണം ഓർക്കുകയാണ്, സ്മരിക്കുകയാണെന്നോണം 313 പത്തിരി ഉണ്ടാക്കാൻ ഏൽപ്പിച്ച റമദാനാണ് ഇനി ഞാൻ കഴിഞ്ഞു പോയത്. അല്ലേ? പട്ടിണി കൊണ്ട് പൊറുതി മുട്ടിയിട്ട് വയറിൽ ഒട്ടിയ വയറുമായി വന്ന സ്വഹാബത്തിനെ കണ്ട് കരഞ്ഞ് കരഞ്ഞ് അള്ളാഹിനോട് പറഞ്ഞു, അല്ലാ, ബദറിലേക്ക് വന്ന എൻ്റെ കൂടെയുള്ള എൻ്റെ അനുചരന്മാരും ഞാനും വിശപ്പ് കൊണ്ട് പൊറുതി മുട്ടുന്നവരാണ്, ഫഅത്ഇംഹും, അവരെ ഭക്ഷിപ്പിക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതിനെ ഓർക്കുകയാണ്. 313 പത്തിരി, 313 സമൂസ, 313 കട്ട്ലറ്റ് ഓരോ വീട്ടുകാർക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അല്ലേ? എന്നിട്ട് ആണും പെണ്ണുമൊക്കെ റോഡിൽ ലൈനിൽ നിന്ന് വാങ്ങുന്നു. ദീനിൽ യാതൊരു ബന്ധവുമില്ലാത്തത് ചെയ്ത് ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് എന്ന് പറയുന്നത് തെറ്റിപ്പോയ റൂട്ടാണ് എന്ന് പറയാൻ, പിടച്ച മടിയാണെന്ന് പറയാൻ, അതെ, അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിക്കാത്ത വടിയാണെന്ന് പറയാൻ ഞാനും നിങ്ങളും ആർജവം കാണിക്കണം, തിരുത്തണം. അത് റബ്ബിനോടും ദീനിനോടും നടത്തുന്ന ധിക്കാരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശന്ന് പൊരിഞ്ഞ് നിലാവെളിച്ചമുള്ള രാത്രി പുറത്തിറങ്ങി മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുക. വിശന്നിട്ട് ഉറക്കം വരാത്തതുകൊണ്ട് ഇരിക്കാനും കഴിയുന്നില്ല, നിൽക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഒന്ന് നടന്നു നോക്കിയതാ. അങ്ങനെ നടന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്നത് കണ്ടു. അതാരാന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വേറൊരാളെ കണ്ടു. അത് ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു അൻഹു രണ്ടുപേരും ചേർന്ന് നബിയുടെ മുന്നിലെത്തി. എന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയേ, നിങ്ങൾ എന്തിനാണ് ഈ നടക്കുന്നത്? അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. നബി പറഞ്ഞവരോട് മറുപടി, നിങ്ങൾ എന്തൊന്നിനാണോ നടക്കുന്നത് അതാണ് എൻ്റെയും പ്രശ്നം. വിശന്നിട്ട് ഉറക്കം വരുന്നില്ല, കിടക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നടക്കാൻ തീരുമാനിച്ചതാണ്. അൻസ്വാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വന്ന് വിവരമറിഞ്ഞ് ഇവരെ കൊണ്ടുപോയി. അല്പം ഭക്ഷണം പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് ആ മാംസം വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒറ്റി വീഴുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, നബിയേ, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ കരയുന്നത്? എന്തിനാ നിങ്ങൾ ഇപ്പൊ ഈ ആയത്ത് ഓതിയത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, ഉമറെ, ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ഭക്ഷണത്തെക്കുറിച്ച് നാളെ റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയണം ഉമറെ, മറുപടി പറയണം അബൂബക്കറെ. അപ്പൊ നമ്മളൊക്കെ എത്ര പറയാനുണ്ടാവും മറുപടി? വിശന്ന് പൊരിഞ്ഞിട്ട് നമുക്കൊരവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? രാവിലെ ഭക്ഷണം കിട്ടിയില്ല, ഉച്ചയ്ക്ക് കിട്ടിയില്ല, 4 മണിക്കൊന്നും കിട്ടിയില്ല, വൈകുന്നേരം കിട്ടിയില്ല, രാത്രിയായി, പിറ്റേന്നായി, ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് കിടക്കാൻ വയ്യ. ഭാര്യയും മക്കളും നമ്മളെല്ലാവരും മുറ്റത്ത് കറങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഒരു എവിടെയും ഇവിടെയും തടയുന്ന വറ്റുള്ള ഒരു കഞ്ഞി കിട്ടിയാൽ മതി, അതും കിട്ടിയിട്ടില്ല. എന്നിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുക നിലാവെളിച്ചത്തിൽ. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ കൂട്ടിക്കൊണ്ടായിട്ട് കുറച്ച് ഭക്ഷണം കൊടുത്തപ്പോഴാ ഈ ആയത്തോതിയിട്ട് പറയണം, അബൂബക്കറെ, ഉമറേ, പടച്ചോന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരും. അപ്പൊ നോമ്പിന്റെ വിഭവങ്ങൾ കൊണ്ട് ആഘോഷമാക്കുന്നവർ ശരിക്ക് ചിന്തിക്കണം. അത്താഴത്തിന്റെ ഭക്ഷണം ബാക്കി വെച്ച് അത് വേസ്റ്റിൽ തള്ളുന്നവർ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. നാളെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കോടതിയിൽ ആദ്യമായി അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് കുടിവെള്ളത്തെക്കുറിച്ചാണ് എന്നും ആരോഗ്യമുള്ള ശരീരത്തെക്കുറിച്ചാണെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുടിവെള്ളം കിട്ടിയതിന് നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെങ്കിൽ ഈ സുഭിക്ഷതയ്ക്ക്, ഈ വിഭവങ്ങൾക്ക് എത്ര കണ്ട് മറുപടി പറയേണ്ടി വരുമെന്ന ബോധം നമുക്കൊക്കെ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്.